അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇയറിലെ ലാബ് ആക്ടിവിറ്റീസിലേക്കൊന്ന് കിടക്കാം. അതിൽ ലാബ് 1ൻ്റെ പേരാണ് വാല്യൂ ഓഫ് ഫങ്ഷൻസ്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഒരു എയിം ഉണ്ടാവും, കോൺസെപ്റ്റ്, ഡിസ്കഷൻ, ദെൻ ആക്ടിവിറ്റി 1.1 ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ എയിം, കോൺസെപ്റ്റ്, ഡിസ്കഷൻ, ആക്ടിവിറ്റി 1.1 ഈ 1.1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലാബിലെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്നാണ്. അപ്പോൾ ഒരു ലാബ് എന്ന് പറയുമ്പോൾ അതിൽ ഒന്നിൽ കൂടുതൽ ആക്ടിവിറ്റീസ് ഉണ്ടാവാം. ചിലപ്പോൾ 2 ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ 3 ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ 4 ആക്ടിവിറ്റീസ് അങ്ങനെ പോവാം. അപ്പോൾ ഒരു ലാബ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ആക്ടിവിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതായത് 1.1, 1.2, 1.3 ഉണ്ടെങ്കിൽ ഇത് 3ഉം കംപ്ലീറ്റ് ചെയ്താലേ ആ ലാബ് തീർന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. കൂടാതെ ഈ ആക്ടിവിറ്റീസ് എല്ലാം കഴിയുമ്പോൾ അതിന് താഴെയായിട്ട് അഡീഷണൽ ആക്ടിവിറ്റീസും പറഞ്ഞ് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അത് നമുക്ക് കമ്പൽസറി അല്ല, നമുക്ക് എക്സാമിന് വരുന്ന ടൈപ്പ് അല്ലത്. അതായത് എക്സാമിന് വരുന്നതെന്നല്ല, കുട്ടികൾക്ക് ക്ലാസ്സിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് ബ്രില്യൻ്റായ കുട്ടികൾ ഉദ്ദേശിച്ചാണ് അത് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതത്ര കമ്പൽസറി ആയിട്ട് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി ആരെങ്കിലും സംശയം ചോദിച്ചാൽ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ നമുക്ക് ഓരോന്നായി നോക്കാം. ഫസ്റ്റ് ലാബ് ഇതാണ്, വാല്യൂ ഓഫ് ഫങ്ഷൻ. അപ്പോൾ അതിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തേത് ടു ഫൈൻഡ് ദി ജോമെട്രിക്കൽ കറസ്പോണ്ടൻസ് ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് ഇമേജ് അണ്ടർ എ ഫങ്ഷൻ. അപ്പോൾ ഒരു നമ്പർ ഉണ്ടാവും, ആ നമ്പറിന് ഒരു ഫങ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു കറസ്പോണ്ടൻസ് കണ്ടുപിടിക്കാം. അതായത് വാല്യൂ ഓഫ് ഫങ്ഷൻ പറയുന്നതാണ്. ഇപ്പോൾ 2 ഉണ്ടെങ്കിൽ ഫങ്ഷൻ എഫ് ആണെങ്കിൽ 2f(2) ആ റിലേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കേസ് വരുന്നത് പല പല ഫങ്ഷൻസ് ഉണ്ടാവും, പല പല ഫങ്ഷൻ വെച്ചിട്ട് ഓരോ എലമെൻറ്റുകളുടെയും ഇമേജസ് അല്ലെങ്കിൽ വാല്യൂസ് കണ്ടുപിടിക്കുക. തേർഡ് വൺ, ഇതിനൊരു ഇൻപുട്ട് ഔട്ട്പുട്ട് മെഷീനുമായിട്ട് നമ്മളിതിനെ കണക്ട് ചെയ്യുന്നുണ്ട്. ഒരു ഫങ്ഷനെ ഇൻപുട്ട് ഔട്ട്പുട്ട് മെഷീനുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഈ 3 കാര്യങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് വൺ ഇത്രയേ ഉള്ളൂ, ജോമെട്രിക്കലി എസ്റ്റാബ്ലിഷ് ദി റിലേഷൻ ബിറ്റ്വീൻ അല്ലെങ്കിൽ കറസ്പോണ്ടൻസ് ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് ഇമേജ് അണ്ടർ എ ഗിവൺ ഫങ്ഷൻ. ദെൻ ആ സെക്കൻഡ് വൺ വരുന്നത് വേരിയസ് ഫങ്ഷൻസ് വെച്ചിട്ട് ഇമേജസ് കണ്ടുപിടിക്കുന്നു. തേർഡ് വൺ കണക്ഷൻ വിത്ത് ഇൻപുട്ട് ഔട്ട്പുട്ട് മെഷീൻ. ഈ കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് നോക്കിയാൽ ഒരു കേസ്, ഇപ്പം നമുക്കൊരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. f(x) = x² എന്നൊരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യും. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണെന്ന് വിചാരിക്കുക. ഫൈൻഡ് ദ വാല്യൂ ഓഫ് f(2), f(1.9), f(3), f(-1). ജിയോമെട്രി നമുക്ക് ആൾജിബ്രയ്ക്കലി നമുക്കറിയാം, നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് അറിയേണ്ടത് ജനറലി xy മീൻസ് ഓർഡേഡ് പെയർ xy എന്ന് പറഞ്ഞാൽ മീനിങ് y = f(x). അല്ലെങ്കിൽ നമുക്ക് പറയാം ഇമേജ് ഓഫ് x is y, that is y = f(x). ദാറ്റ് മീൻസ് xy എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, x f(x) എന്ന് എഴുതാം. So xy means y = f(x), y is the image of x. So x ordered pair xy = നമുക്ക് ഇങ്ങനെ വിളിക്കാം x f(x). അപ്പോൾ ഇവിടുത്തെ f(x) x ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, here it means x². ഇതായിരിക്കും നമ്മുടെ ഒരു പോയിന്റ്, ജനറൽ ആയിട്ടുള്ള പോയിന്റ് x² എന്നുള്ള പോയിന്റാണ്. ഇതൊരു കാര്യം ശ്രദ്ധിക്കുക, ഈ പോയിന്റ് ഇങ്ങനെയുള്ള പോയിന്റുകളെല്ലാം കൂടെ പ്ലോട്ട് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് എന്ത് കിട്ടുന്നത്, നമ്മുടെ f(x)ൻ്റെ ഗ്രാഫ് കിട്ടുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് x². ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചാൽ നമുക്കിപ്പോൾ ഒരു വിൻഡോ എടുത്തിട്ട് ഒരു ജിയോജിബ്രയിൽ ഈ x² പ്ലോട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ. ഇപ്പോൾ ഞാനൊരു സ്ലൈഡർ അങ്ങ് എടുക്കുക, എ എന്ന് വിളിച്ചതിന്, എക്സ് എന്ന് വിളിക്കുന്നില്ല, എ എന്ന് വിളിച്ചു, നമ്പർ സ്ലൈഡർ. ഓക്കെ, ദെൻ ഇൻപുട്ടിലേക്ക് ഞാൻ ഇങ്ങനെ കൊടുക്കുക a(a²). കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഒരു പോയിന്റ് കിട്ടി. ഇങ്ങനെയുള്ള പോയിന്റ്സുകളുടെ കളക്ഷൻ ഒന്ന് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ആ പോയിന്റ് മൂവ് ചെയ്യുന്ന നമുക്ക് കാണാം. കണ്ടോ, ആ പാത്ത് നമുക്ക് കാണാൻ പറ്റും. ആ പാത്തൊന്ന് വരയ്ക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഈ പാത്തൊന്ന് വരയ്ക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ പോയിന്റിലൊന്ന് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ട്രേസ് ഓൺ ആക്കുക, എന്ന് വെച്ചാൽ ഇത് വരയ്ക്കാൻ പോവുക. ദെൻ ഈ സ്ലൈഡറിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അനിമേഷൻ ഓൺ കൊടുത്താൽ മതി, നമുക്ക് അതിൻ്റെ പാത്ത് പ്ലോട്ട് ചെയ്ത് കിട്ടും. ഗ്രാഫിക്സ് വ്യൂ ഒന്ന് മാറ്റിയാൽ നമുക്കത് കാണാൻ പറ്റും പാത്ത്.
കണ്ടോ, ഇതാണ് പരാബിള. ഇത് നമ്മുടെ പരാബിളയാണ്. അപ്പോൾ a² എന്ന് പറയുമ്പോൾ x² ഫോമാണ്. അതായത് y = x² എന്നുള്ള പരാബിള കിട്ടും. ഇങ്ങനെ നമുക്കത് പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഇനി ഈ ട്രേസ് കളയണമെങ്കിൽ Ctrl+F അടിച്ചാൽ മതി. കൂടാതെ വേറെ ഒരു ടൂളും ഉണ്ട് ഇവിടെ. അതെന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഒരു ലോക്കസ് ടൂൾ ഉണ്ട്. അത് ഈ ടൂൾസ് സെറ്റിനകത്ത് ലോക്കസ് ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ സ്ലൈഡറിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ പോയിന്റിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ പരാബോള കിട്ടുകയും ചെയ്യും. കണ്ട് ഇങ്ങനെ നമുക്ക് വേണേൽ വരയ്ക്കാം. ലോക്കസ് വെച്ചും വരയ്ക്കാം, അല്ലെങ്കിൽ ട്രേസ് കൊടുത്തും വരയ്ക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആ x² കളക്ഷനാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ ഗ്രാഫ്. അതായത് f(x) = x² എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പോയിന്റുകളുടെ കളക്ഷനായിരിക്കും ഗ്രാഫ്. അത് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇതിനകത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഇതാണ് x² ആണ്. ഇങ്ങനെയുള്ള കളക്ഷനുകൾ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് കിട്ടും. അതിൻ്റെ ഷേപ്പ് നമുക്കറിയാം, ഒരു പരാബോളയായിരിക്കും. ഇനിയും നമുക്കതിൻ്റെ വാല്യൂസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. f(2) ആണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മൾ ഓൾജിബ്രയ്ക്കിൽ ചെയ്യുവാണെങ്കിൽ നമ്മൾ എക്സിന് അവിടെ 2 കൊടുക്കുക. അപ്പോൾ എന്താണ് കിട്ടുന്നത്? f(2) is 2², അത് 4 കിട്ടും. ദെൻ 1.9 കൊടുക്കാം. 1.9 എന്നുള്ള വാല്യൂ നമ്മൾ എക്സിന് കൊടുത്താൽ 1.9² അത് 3.61 ആവും. ദെൻ 3 കൊടുക്കാം. 3 കൊടുത്താൽ ആൻസർ കിട്ടുന്നത് 9 ആണ്. ദെൻ -1 കൊടുക്കാം. -1 കൊടുത്താൽ ആൻസർ കിട്ടുന്നത് 1 ആണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, വാല്യൂ ഓഫ് f(x) വെൻ x = x2 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടി? 4 ആണെന്ന് കിട്ടി. ദാറ്റ് മീൻസ് 2, 4 എന്നുള്ള പേര് കിട്ടി. വാല്യൂ ഓഫ് f(x) വെൻ x = 1.9, x എന്നുള്ളത് 1.9 ആകുമ്പോൾ നമുക്ക് f(1.9) എത്ര കിട്ടും? 3.61 കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് പറയാം? കൺക്ലൂഡ് ചെയ്യാം. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് y കോർഡിനേറ്റ് ഗീവ്സ് ദി വാല്യൂ ഓഫ് f(x) ഫോർ എ പർട്ടിക്കുലർ x. അപ്പം x f(x) പറയുമ്പോൾ ഇതിൻ്റെ y കോർഡിനേറ്റ് ആയിരിക്കും എന്ത്? വാല്യൂ ഓഫ് f(x) അറ്റ് എ പർട്ടിക്കുലർ വാല്യൂ ഓഫ് x. അപ്പോൾ ഇവിടെ a ആണെങ്കിൽ a f(a), b ആണെങ്കിൽ b f(b). അങ്ങനെയുള്ള പോയിന്റുകളുടെ കളക്ഷൻ, അതിനെയാണ് നമ്മൾ അതിൻ്റെ ഗ്രാഫ് എന്നും പറയുന്നത്. അത് നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. ഇതായിരുന്നു ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. ഇനി നമുക്ക് ഈ ആക്ടിവിറ്റി 1 വരാം. ആക്ടിവിറ്റി 1 പറയുന്നത്, നമുക്കതിൻ്റെ മാനുവലുണ്ട്. ഇതാണ് മാനുവൽ. ഇതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആക്ടിവിറ്റി 1.1 ഫങ്ഷൻസ്. അപ്പോൾ നമുക്ക് വേണ്ടത് വാല്യൂ ഓഫ് ഫംഗ്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മൾ ജോമെട്രിക്കലി, ഇപ്പം നമ്മൾ ചെയ്ത ഓൾജിബ്രൈക്കലി ആണ് ചെയ്തത്. നമുക്ക് ജോമെട്രിക്കലി എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് ചെയ്യാൻ പോകുന്നത് എളുപ്പമുള്ളൊരു ഫംഗ്ഷൻ. നമ്മൾ സാധാരണ എളുപ്പമുള്ളൊരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്നത് f(x) = x² ആണ് സൗകര്യം. നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്നതുകൊണ്ട് f(x) = ഞാൻ x² എന്ന് വിളിച്ചു ഫംഗ്ഷനെ. f(x) = x². അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇതായിരുന്നു. ഇൻ ഇൻപുട്ട് ബാർ ടൈപ്പ് f(x) = x². അത് നമ്മൾ എൻ്റർ ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് വാല്യൂ ഓഫ് f(x) കാണാൻ നമുക്ക് എക്സിൻ്റെ വാല്യൂ വേണം. അത് നമുക്കൊരു ആർബിട്രറി വാല്യൂ a എന്ന് ഞാൻ എടുക്കുക. അപ്പോൾ അതൊരു സ്ലൈഡർ ആക്കി എടുക്കാം. നമുക്ക് സ്ലൈഡർ, ഒരു നമ്പർ സ്ലൈഡർ എടുത്തു. മിനിമം 5, -5, മാക്സിമം 5. ഇൻക്രിമെൻറ്റ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. 0.01 എന്ന് വേണേൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതായി. അപ്പോൾ നമുക്ക് എന്തായി? ഫംഗ്ഷനായി, ഒരു സ്ലൈഡറുമായി. ഇനി നമുക്ക് വേണ്ടത് 1-2 പോയിന്റ്സ് ഞാൻ പ്ലോട്ട് ചെയ്യാൻ പോകും. ആദ്യം ചെയ്യുന്നതിന് എക്സ് ആക്സിൽ ഒരു പോയിന്റ് പ്ലോട്ട് ചെയ്യുക. എക്സ് ആക്സിലെ പോയിന്റ് പ്ലോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫോം എപ്പോഴും എന്തായിരിക്കും? സെക്കൻഡ് കോർഡിനേറ്റ് അല്ലെങ്കിൽ y കോർഡിനേറ്റ് 0 ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നമുക്കൊരു സ്ലൈഡർ a എന്നുള്ളൊരു ആർബിട്രറി വാല്യൂ ഉള്ളതുകൊണ്ട് ഞാൻ ആ പോയിന്റ് ഇങ്ങനെ വിളിക്കുക. ക്യാപിറ്റൽ A = ഓഡേഡ് പെയർ സ്മോൾ a, അതായത് സ്ലൈഡറിൻ്റെ പേര്, കോമ എക്സ് ആക്സിലെ പോയിന്റ് ആയതുകൊണ്ട് y കോർഡിനേറ്റ് 0 കൊടുത്തു. അപ്പോൾ നമുക്ക് a = a0 നമ്മൾ ഇൻപുട്ടിൽ ടൈപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടിയല്ലോ. ഇനി നമുക്ക് y ആക്സിലെ പോയിന്റ് വേണം. y ആക്സിലെ പോയിന്റ് വേണമെങ്കിൽ എന്താണ്? x കോർഡിനേറ്റ് 0 ആയിരിക്കും. y കോർഡിനേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞെന്തായിരിക്കും? f(x) എന്നുള്ള ഫോമാണ് അല്ലേ. ഇവിടെ നമ്മൾ a എന്നുള്ള വാല്യൂ ആണുള്ളത്. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഇതാണ് b = y ആക്സിലായതുകൊണ്ട് x കോർഡിനേറ്റ് 0, y കോർഡിനേറ്റ് നമുക്ക് എന്ത് വിളിക്കാം? f(x)ൻ്റെ പർട്ടിക്കുലർ വാല്യൂ നമ്മൾ a എന്നാണ് കൊടുക്കുന്നത്.
അപ്പോൾ എഫ് ഒ സ്മോൾ ലെറ്റർ എ ഇത് കൊടുത്തു. എഫ് എന്നുള്ളത് സ്മോൾ എഫ് ആണ്, ക്യാപിറ്റൽ എഫ് കൊടുക്കരുത്, സ്മോൾ എഫ്. ഓക്കെ, അപ്പോൾ നമുക്ക് എ ആയി ബി ആയി. ഇനി നമുക്ക് വേണ്ടത് ഈ കർവേലെ ഒരു പോയിൻ്റാണ്. ഈ കർവ് നമുക്കറിയാം എന്തായിരുന്നു, എഫ് ഓഫ് എക്സ് അല്ലേ. അപ്പോൾ കർവ് എഫ് ഓഫ് എക്സ് ആകുമ്പോൾ നമുക്ക് ഈ കർവേലെ പോയിന്റ് സാധാരണ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എ എഫ് ഓഫ് എ എന്നാ പോയിന്റ്. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ കൊടുത്താൽ മതി. എക്സിൻ്റെ വാല്യൂ എ ആയതുകൊണ്ട് നമുക്കിങ്ങനെ കൊടുക്കാം, എ എഫ് ഓഫ് എ എന്നുള്ള ഒരു ജനറൽ പോയിന്റ് നമുക്ക് കൊടുക്കാം. അപ്പം 3 കാര്യങ്ങളായി. എ എന്നുള്ള പോയിൻ്റായി, ബി എന്നുള്ള പോയിൻ്റായി, സി എന്നുള്ള പോയിൻ്റായി. നമുക്കിതിൻ്റെ കോർഡിനേറ്റ്സ് ഒന്ന് നോക്കാം. കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ പഠിച്ചതനുസരിച്ച് ഈ പോയിന്റിൽ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുക്കുക, അതിൽ ഈ ഷോ ലേബലിൽ നെയിം മാറ്റി നെയിം ആൻഡ് വാല്യൂ സെലക്ട് ചെയ്യുക, ഇത് ക്ലോസ് ചെയ്താൽ ഈ പോയിന്റ് കിട്ടി. ഇതേപോലെ അടുത്ത സിയിലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ്, ബേസിക്കലി നെയിം മാറ്റി എന്താക്കണം, നെയിം ആൻഡ് വാല്യൂ എന്നാക്കുക, അത് കിട്ടി. ഇതുപോലെ ബിയിലൊന്ന് ക്ലിക്ക് ചെയ്യുക, നെയിം മാറ്റി നമുക്ക് നെയിം ആൻഡ് വാല്യൂ കൊടുത്താൽ ബിയുടെ കോർഡിനേറ്റ് കിട്ടും. ഇവിടെ കോർഡിനേറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം, ഇത്രയും വരും. അപ്പോൾ ഇവിടെ 101101 ആവാൻ കാരണം നമ്മുടെ സ്ലൈഡർ 1-ലായതുകൊണ്ടാണ്. ഇനി അത് 2-ലായിരുന്നെങ്കിൽ അതനുസരിച്ച് അത് മാറിയേനെ. കണ്ടോ, 2-ലാണ് വരുന്നത്, 202404 എന്നാണ് വരുന്നത്. അത് മനസ്സിലായല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ എ സി ബി സി ഇതിനൊന്ന് ജോയിൻ ചെയ്യണം. അതൊരു ലൈൻ സെഗ്മെൻറ്റ് ഉപയോഗിക്കാം. ലൈൻ സെഗ്മെൻറ്റ് ഓപ്ഷൻ ഇവിടെ ഉണ്ട്, ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഈ ലേബൽ കളയണമെങ്കിൽ എന്ത് ചെയ്യണം, റൈറ്റ് ക്ലിക്ക്, ഈ ലേബൽ അങ്ങ് ഇനാക്റ്റീവ് ആക്കുക, എന്നിട്ട് ഇതും നമുക്ക് ലേബലിൻ്റെ ആവശ്യമില്ല, ലേബൽ കളയാം. ഇനി നമുക്കിത് ഡോട്ടഡ് ലൈനാണ് വേണ്ടതെങ്കിൽ എന്താ ചെയ്യുന്നത്, ഇതിൽ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ ലൈൻ സ്റ്റൈൽ ഒന്ന് എടുത്താൽ മതി, സ്റ്റൈൽ. അതിൽ നമുക്ക് ലൈൻ സ്റ്റൈൽ ഒന്ന് മാറ്റി കൊടുക്കാം, ഡോട്ടഡ് ആക്കി കൊടുത്താൽ മതി. ആ ലൈൻ നമുക്ക് ഡോട്ടഡ് ആയിട്ട് കിട്ടും. ഇവിടെ അതുപോലെ തന്നെ റൈറ്റ് ക്ലിക്ക്, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ്, ലൈൻ സ്റ്റൈൽ, ഡോട്ടഡ് ലൈൻ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഇവിടെ എ എന്നുള്ള പോയിൻ്റ് 2 ആയപ്പോൾ 20 ആയി. അപ്പോൾ ഈ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിവിടെ നോക്കിയാൽ വൈ ആക്സിലൊരു പോയിൻ്റ് 04 ഉണ്ട്. അപ്പോൾ ഈ 2ഉം 4ഉം തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുമ്പോൾ ഈ 2ൻ്റെ സ്ക്വയറാണ് എത്ര, 4 വരുന്നത്. ഇനി നമുക്ക് ഈ പോയിൻ്റ് ഒന്ന് മൂവ് ചെയ്യാം, കുറച്ചുകൂടെ മാറ്റി നോക്കാം. അതിപ്പം 3-ലോട്ടാണ് കൊണ്ടുവരുന്നത് വിചാരിച്ചു, ഞാൻ 3ൽ കൊണ്ടുവരിക, പോയിൻ്റ് 3 കൊണ്ടുവന്നു. അപ്പോൾ ഇത് കാണുന്നില്ലെങ്കിൽ ഈ പോയിന്റ് മൂവ്മെൻറ്റ് ടൂൾ അല്ലെങ്കിൽ മൂവ് ഗ്രാഫിക്സിലെടുത്ത് നോക്കിയാൽ മതി, ഇവിടെ വരും. കണ്ടോ, അപ്പോൾ 3 ആയപ്പോൾ ഇവിടുത്തെ പോയിൻറ്റിൻ്റെ വൈ കോർഡിനേറ്റ് നമുക്ക് എന്ത് കിട്ടി, 9 കിട്ടി. അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ എക്സ് ആക്സിലെ ഏതൊരു പോയിൻ്റ് എടുത്താലും, ഏതൊരു പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എ എന്നുള്ള പോയിൻ്റ് എടുത്ത് ഞാൻ ഈ പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് നോക്കുക 3, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈ ആക്സിലെ പോയിൻ്റ് നോക്കിയാൽ 09. ആ വൈ കോർഡിനേറ്റ് ആയിരിക്കും ഈ പറഞ്ഞ എക്സിൻ്റെ ഇമേജ്. അതായത് നമുക്കിങ്ങനെ വേണേൽ പറയാം, വാല്യൂ ഓഫ് ദിസ് ഫംഗ്ഷൻ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 3 ഈസ് എത്ര ആയിരിക്കും, 9 ആയിരിക്കും. കാരണം നമുക്ക് വേണമെങ്കിൽ ഈ എ എന്നുള്ളത് പല രീതിയിൽ നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാം. ഒന്നുകിൽ ഈ സ്ലൈഡർ വെച്ച് എ ഇങ്ങനെ മൂവ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ മൂവ് ചെയ്യുന്ന നമ്മൾ ഈ പോയിൻ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യാം, ഈ എ ഒന്ന് മൂവ് ചെയ്യിപ്പിച്ചാൽ മതി. എക്സ് ആക്സിസ് ഇവിടെ കണ്ടോ, ഇങ്ങനെ മൂവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ, നമ്മൾ ആദ്യം പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, നമ്മൾ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യനകത്ത് എന്തായിരുന്നു, എഫ് ഓഫ് 2 ആയിരുന്നു കണ്ടുപിടിക്കേണ്ടേ. അപ്പോൾ നമുക്ക് വേണേൽ എന്ത് ചെയ്യാം, ഈ എ എന്നുള്ളതിനെ 2-ൽ കൊണ്ടുവച്ചാൽ മതി. 2 എന്നുള്ള പോയിന്റിലേക്ക് ഇവിടെ കൊണ്ടുവരിക, ഇതാ 2. അപ്പോൾ ഇവിടെ ബിയുടെ വൈ കോർഡിനേറ്റ് നോക്കിയാൽ 4 അപ്പോൾ എഫ് ഓഫ് 2 ഈസ് 4. ദെൻ നമുക്ക് 1.9 ആയിരുന്നു, 1.9 ഇവിടെ കൊണ്ടുവെക്കാം, 1.9 നമുക്കിങ്ങനെ ഒന്ന് ഡ്രാഗ് ചെയ്താൽ കിട്ടും. ഇനി അവിടെ അത്രയും അങ്ങനെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ സ്ലൈഡർ എടുത്താൽ മതി. സ്ലൈഡറിൽ 1.9ലേക്ക് കൊണ്ടുവച്ചാൽ മതി. 5 6 7 8 9 1.9 കണ്ടോ. അപ്പോൾ ഇവിടെ 1.9 ആയപ്പോൾ വാല്യൂ ഓഫ് ഫംഗ്ഷൻ 3.61 വന്നു. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പ്രൊസീജിയറിലുണ്ട്. കൂടാതെ യൂസ് ദിസ് ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് 2.3 സ്ക്വയർ -1.8 സ്ക്വയർ
0.9 സ്ക്വയർ, 2.9 സ്ക്വയർ എക്സെട്ര. ഇതും നമുക്കൊന്ന് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് വാല്യൂ കൊടുത്താൽ മതി 2.3. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് 2.3 സ്ക്വയർ ആകാണ്ടേ. അപ്പോൾ ഇത് നമുക്ക് ഇത് ഡ്രാഗ് ചെയ്ത് 2.3 കൊണ്ടുവന്നാൽ മതി. ഇപ്പോൾ 2.3 സ്ക്വയർ കിട്ടും നമുക്ക്. 2.3 സ്ക്വയർ ആണ് 5.29. ഇനി -1.8 പറയുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ലെഫ്റ്റ് കൊണ്ടുവന്നാൽ മതി -1.8. അപ്പോൾ അത് -1.8 വരുമ്പോൾ അതിൻ്റെ സ്ക്വയർ എത്രയാണെന്ന് നോക്കുക. ഇവിടെ ഉണ്ട് വാല്യൂ. ഇപ്പോൾ പർട്ടിക്കുലർ വാല്യൂ നോക്കിയാൽ മതി. ബി ആണ് നമ്മുടെ വാല്യൂ. 3.71 എന്ന് കിട്ടും. ഇതിൻ്റെ y കോർഡിനേറ്റ് -1.8 ആണ് പറഞ്ഞേക്കുന്നില്ലേ. അപ്പോൾ -1.8 കൊണ്ടുവരാം. -1.8 ആകുമ്പോൾ -3.24. അങ്ങനെ നമുക്ക് ഓരോ വാല്യൂസും പിന്നുള്ള 2.9 സ്ക്വയർ അല്ലെങ്കിൽ 0.9 സ്ക്വയർ അതൊക്കെ നമുക്കിവിടെ 0.9 ആണെങ്കിൽ 0.9 കൊണ്ടുവച്ചാൽ മതി. 5, 6, 9 ഇതാ ഇവിടെ വന്നു. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമുക്കിവിടെ കിട്ടും. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ബി നോക്കിയാൽ മതി. ബി എന്നുള്ള പോയിൻ്റാണ് അതിൻ്റെ y കോർഡിനേറ്റ് 0.81. ദെൻ പിന്നെ നമുക്കുള്ളത് 2.9 സ്ക്വയർ. അപ്പോൾ ഈ സ്ലൈഡർ നീക്കി 2.9 അല്ലെങ്കിൽ ഈ പോയിൻറ്റിനെ 2.9 കൊണ്ട് വെക്കുക. 2.949 ഉണ്ടോ. അപ്പോൾ 2.9 വന്നപ്പോൾ 8.41. അങ്ങനെ നമുക്ക് ഇതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി. അപ്പോൾ ചെയ്ത സ്റ്റെപ്പുകളൊന്നുകൂടെ പറയാം. നമ്മൾ ആദ്യം ചെയ്തത് അറിയാവുന്ന ഒരു ഫംഗ്ഷൻ ഇൻപുട്ട് ചെയ്തു. f(x) = x² എന്ന്. അപ്പോൾ നമുക്കൊരു ഗ്രാഫ് കിട്ടി. ദെൻ പിന്നെ നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു നമ്പർ സ്ലൈഡർ ഞാൻ ചൂസ് ചെയ്തു A. അത് ഇൻക്രിമെൻറ്റ് 0.01. അത് പ്രത്യേകിച്ച് അങ്ങനെ എടുക്കണമെന്നില്ല എങ്കിൽ നമ്മൾ 0.01 എന്ന് എടുത്തു. ദെൻ നമ്മൾ 3 പോയിൻറ്റ്സ് ആണ് ഇൻപുട്ട് ചെയ്തത്. ഒന്നാമത്തെ പോയിൻറ്റ് A = സ്മോൾ a 0. രണ്ടാമത്തെ പോയിൻറ്റ് B = a f(a). B നമ്മളെടുത്തത് 0 f(a). തേർഡ് പോയിൻറ്റ് C നമ്മളെടുത്തത് a f(a). അങ്ങനെ 3 കാര്യങ്ങൾ കർവിൽ വരുന്ന പോയിൻറ്റുകൾ. എന്നിട്ട് അതിനെ നമ്മൾ ഓരോ ലൈൻ സെഗ്മെൻറ്റ് വെച്ച് ജോയിൻ ചെയ്തു. AC ജോയിൻ ചെയ്തു, BC ജോയിൻ ചെയ്തു. പിന്നെ നമുക്കതിൻ്റെ ഓരോ കോർഡിനേറ്റ്സ് കാണാം. റൈറ്റ് ക്ലിക്ക് ഓരോ പോയിന്റിൽ റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് ഷോ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ ഷോ നെയിം ആൻഡ് വാല്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. എയ്ക്കും ബിക്കും സിക്കും. അങ്ങനെ നമ്മൾ പോയിന്റ് കിട്ടി. പിന്നെ നമ്മൾ ചെയ്തത് ആ എ എന്നുള്ള പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ് നോക്കുക, കറസ്പോണ്ടിങ് ആയിട്ട് ബിയുടെ വൈ കോർഡിനേറ്റ് നോക്കുക. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് വൈ കോർഡിനേറ്റ് ആയിരിക്കും എപ്പോഴും. ഇപ്പോൾ എക്സ് വൈ എന്ന് പറഞ്ഞാൽ വൈ കോർഡിനേറ്റ് ഗീവ്സ് ദ വാല്യൂ ഓഫ് എക്സ് എന്നാണ് പഠിച്ചിരിക്കുന്നത്. വാല്യൂ ഓഫ് ഫംഗ്ഷൻ അറ്റ് എക്സ്. എക്സിലെ ആ ഫംഗ്ഷൻ്റെ വാല്യൂ ആയിരിക്കും വൈ കോർഡിനേറ്റ്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ബി അല്ലേ, ബിയുടെ വൈ കോർഡിനേറ്റ് എത്ര 8.41 ആണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഈ 2.9 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് വെച്ചുള്ള ഇമേജ് ആണ് ഇത് 8.41 അല്ലെ. ഇങ്ങനെ പറയാം, വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് 2.9 ഈസ് 8.41. ഇനി അറ്റ് 2 ആണ് വേണ്ടതെങ്കിൽ ഇതിനെ ഡ്രാഗ് ചെയ്ത് 2ൽ വെച്ചാൽ മതി. വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഇസിക്കൽ 2 ഈസ് 4. ഇങ്ങനെ 1 ആണെങ്കിൽ 1ൽ വെക്കുക. വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഇസിക്കൽ 1 ഈസ് 1. അപ്പോൾ എ എന്നുള്ള പോയിന്റിനെ നമ്മൾ എക്സ് ആക്സിൽ കൂടി മൂവ് ചെയ്യിപ്പിച്ചാൽ മതി. അപ്പോൾ കറസ്പോണ്ടിങ് ബി എന്നുള്ള പോയിന്റ് നോക്കുക, അതിൻ്റെ വൈ കോർഡിനേറ്റ് ആയിരിക്കും വാല്യൂ ഓഫ് ഫംഗ്ഷൻ. ഇതാണ് ഫസ്റ്റ് ആക്ടിവിറ്റി. ഈ ആക്ടിവിറ്റി നമുക്ക് 1.1 ആയിട്ടൊന്ന് സേവ് ചെയ്യാം. ഇപ്പോൾ ഫയൽ ഇതിൽ തന്നെ ഫയൽ എടുത്തു, സേവ് ആസ് ഡെസ്ക്ടോപ്പാണ്. ഡെസ്ക്ടോപ്പിൽ ആക്ടിവിറ്റി നെയിം ACT ആക്ടിവിറ്റി 1.1 അത് നമ്മളൊന്ന് സേവ് ചെയ്യുന്നു ഡെസ്ക്ടോപ്പിലേക്ക്. ഇതപ്പോൾ നമുക്ക് 1.1 ആയിട്ട് ഡെസ്ക്ടോപ്പിൽ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ ആക്ടിവിറ്റി നമുക്ക് ആവശ്യമുണ്ട്. ഈ ആക്ടിവിറ്റിയുടെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് സെക്കൻഡ് ആക്ടിവിറ്റി വരുന്നത്. അത് കാരണമാണ് നമ്മളിത് ആക്ടിവിറ്റി 1.1 എന്ന് സേവ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത പോർഷൻ നമുക്ക് അടുത്ത സെഷനിലേക്ക് നോക്കാം. ഇതായിരുന്നു നമ്മുടെ ആക്ടിവിറ്റി 1.1.